ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അതിൽ എക്സസൈസസ് എന്ന് കണ്ടോ, അതിൻ്റെ അടിയിൽ പാർട്ട് എ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആം, ഈസ് ഓർ ആർ. ഓക്കെ, അപ്പം ഞാൻ ഈ സെൻറ്റൻസ് വായിക്കാം, അത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്ത് പറഞ്ഞു തരണം എനിക്ക്. ഐ ആം ഡാഷ് എ ഗേൾ. ഐ ഡാഷ് എ ഗേൾ. അപ്പം എന്തായാലും ഐ ആം എ ഗേൾ. ഓക്കെ. ഹി ഡാഷ് എ ലേസി ബോയ്. ഹി ഈസ് എ ലേസി ബോയ്. She dash a teacher. She is a teacher. It dash a ball. It is a ball. This dash her purse. This is her purse. That dash is bat. That is bat. Molly dash in the kitchen. Molly is in the kitchen. We dash sisters. We are the sisters. You dash late. You are late. Okay. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞു. ഇനി എന്താ ഡൗട്ട് ഉണ്ടോ ആ ഭാഗത്തിൽ? ഇല്ലല്ലോ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് പാർട്ട് ബിയിലേക്ക് പോവാം. ബി സെക്ഷനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ സിംഗുലർ ഓർ പ്ലൂറൽ സബ്ജക്റ്റ്. ദീസ് ചിൽഡ്രൻ ആർ ഹംഗ്രി എന്ന് പറയാം. ഓക്കെ, ദീസ് ചിൽഡ്രൻ ആർ ഹംഗ്രി. ബി സെക്ഷനിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് എ സിംഗുലർ ഓർ പ്ലൂറൽ സബ്ജക്റ്റ്. ദീസ് ചിൽഡ്രൻ ആർ ഹംഗ്രി എന്ന് പറയാം. ഓക്കെ, ദീസ് ചിൽഡ്രൻ ആർ ഹംഗ്രി. ദോസ് ബോയ്സ്. ഓക്കെ, ഉണ്ടോ ദീസും ദോസും വരുമ്പോൾ ഇത് കണ്ടോ, വ്യത്യാസം കണ്ടോ? ദോസ് ബോയ്സ് ആർ ടോൾ. ദർ ആർ മെനി ബേർഡ്സ്. കുറേ പക്ഷികളുണ്ട്. ഒരു ബേർഡാണെങ്കിൽ ബേർഡ്സ് എന്ന് പറയില്ല, ബേർഡ് എന്നേ പറയുള്ളൂ. ദർ ആർ മെനി ബേർഡ്സ് ഓൺ ദ ട്രീ. ദർ ഈസ് വൺ സ്റ്റുഡൻറ്റ്. ഒറ്റ കുട്ടിയേ ഉള്ളൂ. ദർ ഈസ് വൺ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. മേരി ഈസ് മൈ സിസ്റ്റർ. മേരി എൻ്റെ സിസ്റ്ററാണ്. മേരി ഈസ് മൈ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ആ സെക്ഷനും ക്ലിയറായി. പിന്നെ ഒരു കുട്ടി അടുത്ത സി പാർട്ടിൽ ഒരു കുട്ടി ഒരു സ്റ്റോറി പറയണം. ടാനിയ എന്നാണ് കുട്ടീൻ്റെ പേര്. ആ കുട്ടി ടാനിയ യൂസസ് എ വേർഡ്സ് ആം, ഈസ്, ആർ. ആം, ഈസ്, ആറൊക്കെ യൂസ് ചെയ്തിട്ടുകൊണ്ടുള്ള സെൻറ്റൻസസ് ആ കുട്ടീൻ്റെ സ്റ്റോറി പറയണം. ഹി, നമ്മൾ ഹലോ എന്നൊക്കെ പറയുന്ന പോലെ ഹി മൈ നെയിം ഡാഷ് ടാനിയ. ഹി മൈ നെയിം ഈസ് ടാനിയ എന്ന് ആ കുട്ടി പറയുകയാണല്ലോ. ആ കുട്ടീൻ്റെ സ്റ്റോറി ആ കുട്ടി പറയണം. ഐ ആം 11 years old എന്നാണ് പറയാം. ഓക്കെ, പിന്നെ മൈ ഐസ് ആർ ബ്ലൂ ആൻഡ് മൈ ഹെയർ ഈസ് ബ്ലാക്ക്. എൻ്റെ കണ്ണ് നീല കണ്ണാണ്, എൻ്റെ മുടി ബ്ലാക്ക് കളറാണ്. ഇതാണ് പറയുന്നത് ആ കുട്ടി. ഐ ആം ആൻ ഇന്ത്യൻ. ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യൻ പൗരനാണ്. മൈ ഫേവറേറ്റ് കളർ ഇസ് പിങ്ക്. എൻ്റെ ഫേവറേറ്റ് കളർ പിങ്കാണ്. ഇറ്റ് ഈസ് നോട്ട് ബ്ലൂ. അത് ബ്ലൂ അല്ല, പിങ്കാണ്. മൈ ഫാദേഴ്സ് നെയിം ഈസ് വിജയ് ആൻഡ് മൈ മദേഴ്സ് നെയിം ഈസ് അനിത. ഈസാണ് അവിടെയൊക്കെ വരിക. മൈ മദർ ഈസ് എ ഡെൻറ്റിസ്റ്റ്. എൻ്റെ അമ്മ പല്ലിൻ്റെ ഡോക്ടറാണ്. ആൻഡ് മൈ ഫാദർ ഈസ് എ ഡോക്ടർ. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. ദേ ആർ ഓൾവേസ് ബിസി. അവർ എല്ലായ്പ്പോഴും ബിസിയാണ്, എല്ലാ ദിവസവും ബിസിയാണ്. ഇൻ മൈ നെയ്ബർഹുഡ് ദർ ആർ നോട്ട് മെനി ചിൽഡ്രൻ. അത്ര കുട്ടികളില്ല എൻ്റെ ചുറ്റുപാടും. വി ആർ ഓൺലി 11 സ്റ്റുഡൻസ് ഇൻ മൈ ക്ലാസ് അറ്റ് സ്കൂൾ. വി ആർ, ദേ ആർ, ദർ ആർ, അങ്ങനെയൊക്കെയാണ് വരിക. മൈ ഫേവറേറ്റ് സ്പോർട്സ് ആർ ഫുട്ബോൾ ആൻഡ് സ്വിമ്മിങ്. ഐ ഡു നോട്ട് ലൈക്ക് പ്ലേയിങ് ടെന്നീസ്. ടെന്നീസ് ഈസ് ബോറിങ്. ടെന്നീസ് ഈസ് ബോറിങ് എന്നാണ് ഈസ്. ഓക്കെ, അപ്പം ഈ പാർട്ട് ഡി എടുക്കാം നമുക്ക്. ഓക്കെ, imagine that Tanya wants to ask you some questions. Complete the questions for her and answer them in the space provided. അവൾക്ക് നിങ്ങളോടൊരു ക്വസ്റ്റ്യൻസ് കുറച്ച് ചോദിക്കാനുണ്ട്. അവളുടെ സ്റ്റോറി ആദ്യം പറഞ്ഞു, ഇനി നിങ്ങളോട് അവൾ ചോദിക്കുകയാണ്. ആ രീതിയിലാണ് ഇനി അടുത്ത ഭാഗം വരുന്നത്. വാട്ട് ഈസ് യുവർ നെയിം? നിങ്ങളുടെ പേരെന്താണെന്ന് തന്നെ നമ്മൾ ചോദിക്കാം. വാട്ട് ഈസ് യുവർ നെയിം? അത് നമ്മളെല്ലാവരും ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. ഹൗ ഓൾഡ് ആർ യു? ആറാണ് വരിക. What color are your eyes? What is the color of my hair? Where are you from? What is your അവിടെ ഈസ് ആണ് വരിക. What is your favorite color? Okay. What is your father's name? What is your mother's name? How many students are there in your school? What is your favorite sports? അവിടേക്ക് ഈസ് ആണ് വരിക. How many students are there in a class എന്നാണ് വരിക. അപ്പോൾ അവിടെ 6 വരും. ഓക്കെ,
റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ദ ബി വെർബ് ഇൻ ദിസ് കോൺട്രാക്റ്റഡ് ഫോം. അതായത് ഇവിടെ വി ആർ വെയിറ്റിംഗ് ഫോർ അലി എന്നാണ് വരിക. അപ്പോൾ അതെങ്ങനെ നമ്മൾ ബി വെർബിൽ എഴുതും? വി ആർ എന്നുള്ളത് എ ആർ ഇ എന്നുള്ളത് വി അപ്പോസ്ട്രോഫി ആർ ഇ എന്ന് വരും. ഓക്കെ, ഇങ്ങനെ വരും. വി ആർ എന്നുള്ളത് അടുത്ത നമ്മൾ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ വി അപ്പോസ്ട്രോഫി ആർ എന്നാണ് വരിക. വി അപ്പോസ്ട്രോഫി ആർ, ഇവിടെ അപ്പോസ്ട്രോഫി എന്ന് വരും. അപ്പോൾ അത് ഇങ്ങനെയാവും. ഓക്കെ, ഇങ്ങനെയാണ് വരിക അടുത്ത സെൻറ്റൻസ്. അപ്പോൾ യു ആർ സച്ച് എ നൈസ് ഹ്യൂമൻ ബീങ്. അപ്പോൾ ഇത് എഴുതിയ പോലെ എങ്ങനെ എഴുതും? യു ആർ, യു അപ്പോസ്ട്രോഫി ആർ ഇ, യു ആർ എന്നുള്ളതൊക്കെ അങ്ങനെ വരും. ഐ ആം ദ ക്ലാസ് ടീച്ചർ ഓഫ് 6th B. ഐ ആം എന്നുള്ളത് ഐ മേലെ അപ്പോസ്ട്രോഫി എം. ഐ ആം എന്നുള്ളത് ഫുൾ എഴുതില്ല, അങ്ങനെ. ഹീ ഈസ് മൈ നെയ്ബർ, ഹീ അപ്പോസ്ട്രോഫി എസ്, അങ്ങനെ. ഹീ ഈസ് മൈ നെയ്ബർ. ദേ ആർ ഗോയിങ് ടു ഡൽഹി. അതേ ആർ ഇ എന്നുള്ളത് ദേ അപ്പോസ്ട്രോഫി ആർ ഇ എന്ന് വരും. ദേ ആർ ഗോയിങ് ടു ഡൽഹി. ഇത് ക്ലിയർ ആണോ? അല്ലെങ്കിൽ ആവും ചേർത്തിട്ട് നമുക്കിങ്ങനെ ഒരു സെൻറ്റൻസ് ഫില്ല് ചെയ്യാൻ നോക്കാം. ഷീ ഡാഷ് ക്ലീൻഡ് ഹർ ഡെസ്ക്. അങ്ങനെ എന്താ വരിക? ഷീ ഹാസ് ക്ലീൻഡ് ഹർ ഡെസ്ക് എന്നാണ് വരിക. ഷീ ഹാസ് ക്ലീൻഡ് ഹർ ഡെസ്ക്. അമിത് ഡാഷ് ഹെൽപ്ഡ് ഹിസ് ബ്രദർ. അമിത് ഹാസ് ഹെൽപ്ഡ് ഹിസ് ബ്രദർ. ഹാസ് ആണ് വരിക. ഓക്കെ, വി ഡാഷ് ടു വി ഹാവ് എന്നാണ് വരിക. വി ഹാവ് ടു ഡു അവർ ഹോംവർക്ക്. ഹി ഹാസ് ടു റൈറ്റ് വിത്ത് എ പെൻസിൽ. I have to feed the dog. You have taken photos. The teacher has sent a message. Okay, ടീച്ചർ ഒരു മെസ്സേജ് ഫോണിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയും. പാരൻസിന് അയച്ചതാണ് പറയുന്നത്. ഇന്ത്യ ഡാഷ് എ വെരി ഇൻട്രസ്റ്റിംഗ് കൾച്ചർ. ഇന്ത്യ ഹാസ് എ വെരി ഇൻട്രസ്റ്റിംഗ് കൾച്ചർ. They dash eaten all the food they have. Okay, the boys dash been here all day. The boys have been here all day എന്നാ വരിക. ഓക്കെ, പിന്നെ പാർട്ട് ജി, റീറൈറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് യൂസിങ് ഹാവ് വെർബ് ഇൻ ഇറ്റ്സ് കോൺട്രാക്റ്റഡ് ഫോം. നേരത്തെ നമ്മൾ പഠിച്ചില്ല, വി ആർ എന്നൊക്കെ വരുമ്പോൾ ആർ എങ്ങനെ വരിക? വി അപ്പോസ്ട്രോഫി ആർ ഇ. അതുപോലെ ഹാവും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, he had called me to the school. he apostrophe d. അപ്പം he had എന്നുള്ളത് he apostrophe d എന്നാവും. എങ്ങനെയാണ് വരിക? he had എന്നുള്ളത് he apostrophe d എന്ന് വരും. ഇങ്ങനെ he apostrophe d. ആ എച്ച് ഐ ഡി പോയിട്ട് ബാക്കിയുള്ള ആ ഡി മാത്രം വരും. he apostrophe d എന്നാണ് വരിക. ഓക്കെ, you have such a lovely hair. You apostrophe ve such a lovely hair. They have 2 sons. They apostrophe ve 2 sons. Okay, they apostrophe ve അവൻ്റെ ve എടുക്കും, h a എന്നുള്ള ഒഴിവാക്കുക. I had invited him but he came late. I apostrophe d invited him. I had എന്നാണ് വായിക്കുക. I had invited him but he came late. Okay, we have never swim in the ocean water. We apostrophe we never swim in the ocean water. പിന്നെ അടുത്തത് മേക്ക് നെഗറ്റീവ് ആൻഡ് ഇൻ്റഗ്രേറ്റീവ് സെൻറ്റൻസസ് ഇൻ ദ ഫോളോയിങ് എന്നാണ് വരിക. ദ സ്കൈ ഈസ് ഗ്രേ. അപ്പോൾ അതെങ്ങനെ നെഗറ്റീവിൽ പറയും, അതെങ്ങനെ ഇൻ്റഗ്രേറ്റീവിൽ പറയും. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയില്ലേ, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വേർഡ്സ്. അപ്പോൾ എങ്ങനെ നെഗറ്റീവിൽ പറയാം? ദ സ്കൈ ഈസ് നോട്ട് ഗ്രേ അങ്ങനെ പറയും. ഇൻ്റഗ്രേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നതാണ് ഇൻ്റഗ്രേറ്റീവ് ആയിട്ട് വരിക, ക്വസ്റ്റ്യൻസ് രൂപത്തിൽ. അതേപോലെ എന്താ വരും? ക്വസ്റ്റ്യൻ മാർക്ക് വരും. അതാണ് ഇൻ്റഗ്രേറ്റീവ് എന്ന് പറയുന്നത്. ഈസ് ദ സ്കൈ ഗ്രേ? അത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്ന പോലെ, അതാണ് ഇൻ്റഗ്രേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വി ആർ എന്നുള്ളത് ചേഞ്ച് വരുന്നുണ്ട്. വി അപ്പോസ്ട്രോഫി ആർ എന്ന് വരും. അതുപോലെ ഹി ഹാഡ് എന്നുള്ള ഈ അപ്പോസ്ട്രോഫി ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ പക്ഷെ ഇത് കൂട്ടി വായിക്കുമ്പോൾ വി ആർ എന്ന് തന്നെയാണ് വായിക്കുക. ഇതതുപോലെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഹാഡ് എന്ന് തന്നെയാണ് വായിക്കുക. ഓക്കെ, അതുപോലെ ഇതിന് ബി വെർബ് എന്നാണ് പറയാം ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വരുന്നതിന്. ഇതിൽ ഹാവ് വെർബ് എന്നാണ് ഇത് ചേഞ്ച് ചെയ്ത് വരുന്നതിന് പറയാം. ഹാവ് വെർബും ഇത് ബി വെർബും.
ഓക്കെ, ചേഞ്ച് ചെയ്ത് വരുന്നതിന്.